കേരള വിഷനും KTDSും കൈകോർക്കുന്ന പുതിയ ടൂറിസം സംരംഭമായ S2Go ടൂറിസം ക്ലബിന് തിരുവനന്തപുരത്ത് തുടക്കമായി. യാത്രാപ്രേമികൾക്ക് കൂടുതൽ ആകർഷകമായ ടൂർ പാക്കേജുകളും അംഗത്വ ആനുകൂല്യങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്ന സംരംഭത്തിന് കേരള വിഷനും KTDSയും തുടക്കം കുറിച്ചു. സംയുക്ത സംരംഭമായ S2Go ടൂറിസം ക്ലബിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഭാവി ഇനി വിനോദസഞ്ചാര മേഖലയാണെന്നും അത് മനസ്സിലാക്കി ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള വിഷനെന്നും മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കേരളത്തിന്റെ ഭാവി ഇനി നിൽക്കുന്നത് ടൂറിസത്തിലാണ്. അത് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് അവിടേക്ക് വരാൻ ഉള്ള തീരുമാനം നിങ്ങൾ എടുത്തതുകൊണ്ടാണ് നിങ്ങളുടെ ദീർഘവീക്ഷണത്തെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചത്. വ്യവസായത്തിൽ സംരംഭകരായി വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന എല്ലാ സഹായവും ടൂറിസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതും പുതിയതായി കടന്നു വരുന്ന നിങ്ങളെപ്പോലെയുള്ള ഇൻവെസ്റ്റേഴ്സിന് വലിയ തോതിൽ സഹായകരമാകും എന്നുള്ളത്. ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയുടെ വൈസ് പ്രസിഡന്റ് AV റാവു, റാമോജി ഫിലിം സിറ്റി ചീഫ് ബിസിനസ് ഓഫീസർ രുചി പന്ത് എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായി. S2Go പദ്ധതി മികച്ച ഒരു ചുവടുവയ്പ്പാണെന്നും ഈ പുതിയ ചുവടുവയ്പ്പിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും AV റാവു പറഞ്ഞു. S2Go Tourism Club is a wonderful initiative. We hope this initiative will further smoothen their experience of booking, experience of buying the experience through the app. റാമോജി റാവു ഫിലിം സിറ്റി എക്സ്ക്ലൂസീവ് ടൂർ പാക്കേജ് പ്രകാശനവും ജില്ലാതല S2Go കോർഡിനേറ്റർമാർക്കുള്ള ID കാർഡ് വിതരണവും വേദിയിൽ നടന്നു. Ramoji Film City, a unique destination where filmmaking and tourism coexist. COA സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിഡ്കോ പ്രസിഡന്റ് KV വിജയകൃഷ്ണൻ, KCCL ചെയർമാൻ സുരേഷ് കുമാർ PP, KTDS CEO രാഹുൽ P. രാജ്, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അച്ചാണ്ടി, ന്യൂസ് മലയാളം മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ് തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.